ഹായ് ഫ്രണ്ട്സ്, തിരുവനന്തപുരം ജില്ലയിലെ ആര്യൻകോട് പഞ്ചായത്തിലെ കീഴാറൂർ എന്ന ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റേത്. കീഴാറൂരിൻ്റെ അക്ഷരദീപമായി നിലകൊള്ളുന്ന കീഴാറൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഒരു ഗെറ്റ് ടുഗദർ പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഒരു മലത്തോപ്പിലെ മലരുകൾ തോന്നിലും മധുഗണമാകവേ നിറഞ്ഞു നമ്മളെല്ലാവരും 10th ബാച്ചിൻ്റെ, +2 ബാച്ചിൻ്റെ, ഡിഗ്രി ബാച്ചിൻ്റെ, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ച ഒരു കോഴ്സിൻ്റെ, അതുമല്ലെങ്കിൽ ഒരുമിച്ച് പങ്കെടുത്ത ഒരു ട്രെയിനിങ് ബാച്ചിൻ്റെ എല്ലാം ഗെറ്റ് ടുഗദർ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ ഗെറ്റ് ടുഗദർ പ്രോഗ്രാമിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇതൊരു നാടിൻ്റെ ആഘോഷമായിരുന്നു. വന്ദനം ഗുരു. അതെ, കീഴാറൂർ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ലാഭേച്ഛയില്ലാതെ അറിവ് പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി 1979 കീഴാറൂർ പ്രദേശത്തെ കുറച്ച് ചെറുപ്പക്കാർ എടുത്ത തീരുമാനം ടാഗോർ കോളേജ് എന്ന ട്യൂഷൻ സെൻ്ററായും പിന്നെ പാരലൽ കോളേജായും മാറുകയായിരുന്നു. അതിൻ്റെ അമരക്കാരൻ പ്രിയപ്പെട്ട ഫ്രാൻസിസ് സാറും. ഒരു നാടിനെ വിദ്യാഭ്യാസ തലത്തിലും സാംസ്കാരിക തലത്തിലും ഉയർത്തിയ ടാഗോർ കോളേജ് എന്ന സ്ഥാപനത്തിൻ്റെയും അതിൻ്റെ അമരക്കാരനായ ഫ്രാൻസിസ് സാറിനും ടാഗോർ കോളേജിൻ്റെ തുടക്കം മുതൽ അവിടെ സേവനമനുഷ്ഠിച്ചു വന്ന ഗുരുക്കന്മാർക്കുമുള്ള ഒരു നാടിൻ്റെ സ്നേഹസമർപ്പണമായിരുന്നു വന്ദനം ഗുരു. പൂർവകാലം മുതൽ വർത്തമാനകാലം വരെയുള്ള ജീവിത പശ്ചാത്തലം വരച്ചു കാട്ടി നമ്മുടെ ജീവിതത്തിൻ്റെ സമുന്നതമായ മേഖല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ച എത്രയും ആദരണീയനായ കാർത്തികേയൻ സർ, പ്രീപെയ്ഡായി ഫീസും അടച്ച് ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും ട്യൂഷൻ പഠിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ, വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ട് തന്നെ ഫീസ് മുൻകൂട്ടി അടച്ചില്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് മുടങ്ങും. പിന്നെ ആപ്പ് തുറക്കണമെങ്കിൽ ഫീസ് അടയ്ക്കണം. ആപ്പ് തുറന്നാലല്ലേ ക്ലാസ് കാണാൻ പറ്റൂ. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് പല കുട്ടികളുടെയും വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കി ഫീസ് കിട്ടാൻ ഒരു സാധ്യതയില്ല എന്നറിഞ്ഞിട്ടും ഫീസിൻ്റെ പേരിൽ ആരെയും ക്ലാസ്സിൽ നിന്നും ഇറക്കിവിടാത്ത ഫ്രാൻസിസ് സാറിനെയും നിർബന്ധിച്ച് ഫീസ് വാങ്ങാത്തത് കൊണ്ട് തന്നെ കൃത്യമായി ശമ്പളം കിട്ടില്ല എന്നറിഞ്ഞിട്ടും അധ്യാപനത്തിൽ വെള്ളം ചേർക്കാതെ കിട്ടുന്ന കൂലിയും വാങ്ങിപ്പോയ നമ്മുടെ ഗുരുക്കന്മാരുടെയും മൂല്യം നമുക്ക് മനസ്സിലാകും. ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ ഫ്രാൻസിസ് സാറിനെയും ടാഗോർ കോളേജിൻ്റെ തുടക്കം മുതൽ അവിടെ ഉണ്ടായിരുന്ന 60 വയസ്സ് കഴിഞ്ഞ അധ്യാപകരെയും ആദരിക്കുവാനും ഫ്രാൻസിസ് സാറിന് ഗുരുദക്ഷിണ നൽകുവാനും തീരുമാനിച്ചപ്പോൾ അത് ഒരു നാടിൻ്റെ സ്നേഹമായി മാറുകയായിരുന്നു. 1984 മുതലുള്ള SSLC ബാച്ചുകാരുടെ കൂടിച്ചേരലും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഒന്നുകൂടി കാണാനും കിട്ടിയ ഈ അവസരം ഒരു പക്ഷേ ഒരു പാരലൽ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൂട്ടായ്മയായി മാറി. പ്രശസ്ത ചരിത്രകാരനും അധ്യാപകനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായിരുന്ന പ്രൊഫസർ വി കാർത്തികേയൻ സാർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആശംസകളുമായി നമ്മുടെ പ്രിയപ്പെട്ട സേവ്യർ സാറും കീഴാർ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസും പ്രിൻസിപ്പളും എത്തി. ഈ പ്രോഗ്രാമിന് എത്തിച്ചേരാൻ കഴിയാതിരുന്ന അധ്യാപകരുടെ വീട്ടിലെത്തി മൊമെൻറ്റോ സമർപ്പിച്ചു.
അകാലത്തിൽ നമ്മെ വിട്ടുപോയ പ്രിയ അധ്യാപകർക്കുള്ള മൊമൻറ്റോ സ്വീകരിക്കുന്നതിനായി കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നു. പാട്ടും ഡാൻസുമൊക്കെയായി പൂർവ്വ വിദ്യാർത്ഥികളും കുഞ്ഞുമക്കളും നിറഞ്ഞു നിന്നപ്പോൾ വന്ദനം ഗുരു വലിയൊരു വിജയമായി മാറി. ഇത്രയും നല്ലൊരു ഈവനിങ് സമ്മാനിച്ച എല്ലാ പിന്നണി പ്രവർത്തകർക്കും നന്ദി. ഈ കൂട്ടായ്മയ്ക്ക് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും വിദ്യാഭ്യാസത്തിലും തലപരമായിട്ടും എന്നെക്കാൾ വളരെ വളരണമെന്നൊരാഗ്രഹം അന്നും ഇന്നുമുണ്ട്. അതിന് പക്ഷേ ആ ആഗ്രഹമായിരിക്കാം നിങ്ങളിലൂടെയൊക്കെ അനുനിമിഷം ദുരിതങ്ങൾ വിതപ്പോ ഇവരെ കണി കാണരുതാരും. ഇവരുടെ കൂരയിൽ അരിയിൽ അതുപോൽ ഇവരുടെ ചുണ്ടിൽ ചിരിയിൽ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു ജാതാന്തരം. ചൈതന്യമേ നിത്യ ചൈതന്യമേ